ഇനി നമുക്ക് കരൾ മാറ്റിവെച്ചാലേ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ആ ജീവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ മോന് 14 വയസ്സായുള്ളൂ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ആദ്യമായിട്ട് കൊണ്ടുപോയത് ബ്ലഡ് വൊമിറ്റ് ചെയ്താണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഞങ്ങൾ രോഗം അറിയണത്. എനിക്ക് പോയി എൻ്റെ ഒരു വിഷമം പറയാനോ എൻ്റെ ചേട്ടൻ ഇതാണ് അവസ്ഥ എന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ല. മോനെ വിട്ടാൽ മതി എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത്. പക്ഷെ സ്കൂളുകാർ എൻ്റെ നിന്ന് ഫീസ് ഒന്നും വാങ്ങുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാന്നതിന് ശേഷം അവരെൻ്റെ നിന്ന് ഫീസ് വാങ്ങിയിട്ടില്ല. എനിക്കൊരു മോനുണ്ട്, അവൻ അച്ഛനില്ലാതെ ആവും. ദയവേത് സന്മനസ്സുള്ളവർ ആരെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം. തൻ്റെ കരളിൻ്റെ പാതിക്ക് കരൾ പകുത്തു നൽകാൻ അഞ്ചുമോൾ തയ്യാറാണ്. മനോജിൻ്റെ ചികിത്സയ്ക്കായി 18 ലക്ഷമാണ് വേണ്ടത്. ചികിത്സയ്ക്കായി പണമില്ലാതെ നെട്ടോട്ടമോടുകയാണ് കുടുംബം. തിരുവനന്തപുരം ജഗതി മുടിപ്പുര ലൈൻ സ്വദേശിയായ മനോജ് കുമാർ 7 വർഷമായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചു. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്നു. എന്നാൽ കരൾ രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ 9 മാസമായി ഓട്ടോ ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. ജീവൻ നിലനിർത്തണമെങ്കിൽ അടിയന്തരമായി കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. എത്ര വർഷമായിട്ട് ഇത് ചികിത്സ ചെയ്തു? കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിട്ട് 7 വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് കൊണ്ടുപോയത് ബ്ലഡ് വൊമിറ്റ് ചെയ്താണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഞങ്ങൾ രോഗം അറിയണത്. അങ്ങനെയാണ് അറിഞ്ഞത്. എൻ്റെ മോന് 7 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സുഖമില്ലാതാവുന്നത്. ഇപ്പം മോന് 14 വയസ്സായി. ഇത്രയും നാളുകൊണ്ടും അവൻ്റെ പഠിത്തവും കാര്യങ്ങളും ഈ രോഗത്തിൻ്റെ ഇതെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്നെക്കൊണ്ട് താങ്ങണില്ല. ഇപ്പം തീരെ ഓട്ടോ ഓടിക്കാൻ പറ്റാതെയായിട്ട് 9 മാസമായി. ജാനുവരിയിൽ പിന്നെയും ബ്ലഡ് വൊമിറ്റ് ചെയ്തായിരുന്നു. പിന്നെയും ബ്ലഡ് വൊമിറ്റ് ചെയ്ത് പിന്നെ പോയി ബാൻഡ് ചെയ്ത് പിന്നെ ചേട്ടനൊട്ടും വയ്യ. ക്ഷീണമാണ് ഇതിന് മെയിനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കുന്നതൊക്കെ കുറവാണ്. ഞങ്ങൾ സഹായിക്കാൻ കൂടെ ആരുമില്ല. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് പോയി എൻ്റെ ഒരു വിഷമം പറയാനോ എൻ്റെ ചേട്ടൻ ഇതാണ് അവസ്ഥ എന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ല. ആ ഒരു അവസ്ഥയിലായി എൻ്റെ വീട്ടുകാരും സഹായിക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കും തീരെ ഞങ്ങൾ ആരും നോക്കണില്ല. എന്തുകൊണ്ടാണ് വീട്ടുകാർ സഹായിക്കാത്തത്? നമ്മളത് ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആണെങ്കിലും എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മോനാണ്, വേറെ വെളിയിലുള്ള ആളിനെ അല്ല. എന്നിട്ട് പോലും എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശത്രുക്കളുടെ അടുത്ത് പോലും ഇങ്ങനെ ആരും പെരുമാറാൻ പാടില്ല. ആ രീതിക്കാണ് എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് 18 ലക്ഷം രൂപയാണ് വേണ്ടത്. കരൾ പകുത്തു നൽകാൻ മനോജിൻ്റെ ഭാര്യ അഞ്ചുമോൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഭീമമായ തുക കണ്ടെത്താൻ നിർധന കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. പലരുടെയും സഹായത്താലാണ് ഇവർ ജീവിക്കുന്നത്. ഭാര്യയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടങ്ങുന്നതാണ് മനോജിൻ്റെ കുടുംബം. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത മനോജിന് അടിയന്തര ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സുമൻസുകളുടെ കനിവ് തേടുകയാണ് കുടുംബം. എന്തെങ്കിലും ജോലിയുണ്ടോ? ഞാൻ മെഡിക്കൽ ഷോപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ചേട്ടന് വയ്യാതായതിനു ശേഷം തീരെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. കാരണം ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്ന് എങ്ങാനും ഒരു തലയിറക്ക് വന്ന് വീണ് പോയാൽ ഇവിടെ ആരും ഇല്ലാണ്ടായി പോവും. അങ്ങനെ 2 വട്ടം ബാത്റൂമിൽ തന്നെ വീണായിരുന്നു. അപ്പം ആരും ഇല്ലാതെ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. രാവിലെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവൻ വരുമ്പോഴത്തേക്കും 3:30-4 മണിയാവും. മോന് സ്കൂളിൽ എത്രാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? മോൻ ഇവിടെ മരുതൻകുഴി ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ 9ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പക്ഷെ സ്കൂളുകാർ എൻ്റെ നിന്ന് ഫീസ് ഒന്നും വാങ്ങുന്നില്ല. സ്കൂളിന് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എന്നെ 100 രൂപ പോലും അവർ ഫീസ് വാങ്ങുന്നില്ല. 8ാം സ്റ്റാൻഡേർഡിലും 9ാം സ്റ്റാൻഡേർഡിലുമായിട്ടും എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാന്നതിന് ശേഷം അവരെൻ്റെ നിന്ന് ഫീസ് വാങ്ങിയിട്ടില്ല. മോനെ വിട്ടാൽ മതി എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത്. ഇവിടുത്തെ അസോസിയേഷൻ്റെ ഭാഗമായും എന്തെങ്കിലും സഹായങ്ങൾ ചികിത്സയ്ക്കായും അല്ലാതെയും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ചികിത്സയ്ക്കായിട്ട് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നല്ല, വാർഡ് തലത്തിലും കിട്ടിയെന്ന് പറയാൻ പറ്റൂല. എന്നെ സഹായിച്ചത് നീതു രാംകുമാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ സഹായിക്കുന്നുള്ളൂ. വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാരും ഞങ്ങളെ സഹായിക്കണില്ല. അവരൊക്കെ എൻ്റെ അമ്മയുടെ താളായതുകൊണ്ട് എല്ലാവരും അമ്മയുടെ സൈഡാണ്. നമുക്കായിട്ട് പറയാനായിട്ട് ആരുമില്ലെന്നല്ല. ഇവിടുന്ന് എൻ്റെ
അപ്പുറത്തോട്ട് എൻ്റെ ഒരു സഹോദരനുണ്ട്, അവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ രീതിയിൽ വാർഡ് തലത്തിലോ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ സഹായം കിട്ടിയിട്ടില്ല. ഈ രോഗത്തെ കുറിച്ച് ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഇനി നമുക്ക് കരൾ മാറ്റി വെച്ചാലേ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ആ ജീവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ മോന് 14 വയസ്സായുള്ളൂ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, 42 വയസ്സേ ആയുള്ളൂ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റൂ എന്നുള്ളതുകൊണ്ട് 18 ലക്ഷം രൂപയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എക്സ്പെൻസ് സർട്ടിഫിക്കറ്റ്. അതിൽ 5 ലക്ഷം രൂപ നമുക്ക് സോഷ്യൽ സർവീസ് കമ്മീഷനിൽ നിന്ന് കിട്ടും. എങ്കിലും ബാക്കി പൈസ കണ്ടെത്തണം. അത് കഴിഞ്ഞിരുന്നാലും ആ ജീവനാന്ത ചികിത്സ, മരുന്ന്, പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2.5 ലക്ഷം രൂപ കൂടെ കയ്യിലുണ്ട്. അല്ലാതെ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് ഞാൻ മിനിസ്റ്ററെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ 1 ലക്ഷം രൂപ വരെ നമുക്ക് തരാൻ പറ്റുള്ളൂ, നമ്മളെ കാസ്റ്റ് ബേസ്ഡ് അത്രേ കിട്ടുള്ളൂ. അതും കൂടെ കിട്ടും, എങ്കിലും 8 ലക്ഷം രൂപ വരെ ആവുന്നുള്ളൂ. ബാക്കി നമ്മളിനി അടുത്ത് കണ്ടെത്തണം. അല്ല, എനിക്ക് കൊടുക്കാൻ പറ്റുമെന്നതിന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ O പോസിറ്റീവാണ്, ബ്ലഡ് ഗ്രൂപ്പ് ചേട്ടൻ B പോസിറ്റീവ്. എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഡോക്ടറോട് അങ്ങോട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ O പോസിറ്റീവ് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെത് കൊടുക്കാമല്ലോ, എനിക്ക് എൻ്റെ ജീവൻ എങ്ങനെയും പിടിച്ചു നിർത്താമല്ലോ, നമുക്ക് ജീവിക്കാമല്ലോ എന്നൊരു ചിന്തയാണ് എനിക്കപ്പോൾ തോന്നിയത്. അപ്പോൾ ഞാൻ ഈ കരൾ കൊടുക്കുന്നത് കാരണം അതിൻ്റെ ഒരു പ്രശ്നവും എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. അതെനിക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം അവരല്ലേ എന്നെ നോക്കണം, അതുകൊണ്ട് എനിക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഞാനത് അംഗീകരിക്കുകയില്ല. എനിക്ക് എൻ്റെ ജീവിതം പിടിച്ചു നിർത്തണമെന്നുള്ളതാണ്. എനിക്ക് എങ്ങനെയും ജീവിതം പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം ചെല്ലുന്തോറും അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കും. ഡോക്ടർ സമ്മതിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏകദേശം ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കാരണമാണ് ഇത് ഇത്രയും നീണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസമെങ്കിലും നടന്നേനെ. ഞങ്ങളുടെ കയ്യിൽ പൈസ തികയാത്തത് കാരണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. 18 ലക്ഷത്തോളം ഈ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരും, ചികിത്സയ്ക്ക് വേണ്ടി വരും. മോനെങ്ങനെ പഠിക്കാനൊക്കെ 9th സ്റ്റാൻഡേർഡിലൊക്കെ നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ 9 മാസമായി ഓട്ടോ ഓടിക്കുന്നില്ല, പറ്റുന്നില്ല, ഒട്ടും തന്നെ പറ്റുന്നില്ല. ക്ഷീണവും തളർച്ചയും, നടക്കാൻ പോലും വരും. കുറച്ച് ദൂരം നടക്കുമ്പോൾ അവിടെ ഇരിക്കണം, റോട്ടിലായാലും അവിടെ ഇരിക്കണമെന്ന് തോന്നും. നടക്കാൻ പറ്റാത്തൊരു കൈയും കാലൊക്കെ ഭയങ്കര വേദന, ക്ഷീണം. ഇതിപ്പം ഇപ്പോഴ് ക്ഷീണം കാരണം കിടപ്പിലാണോ ത്രൂ ഔട്ട് ടൈം? കിടപ്പിലാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? ആരെങ്കിലും സഹായിച്ചെങ്കിൽ പഴയ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓരോരുത്തരും നടക്കണം കാണുമ്പോൾ കൊതിയാവുള്ളൂ. ഇപ്പോഴും എനിക്കങ്ങനെ പറ്റില്ല. പ്രണയവിവാഹമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, പ്രണയവിവാഹമായിരുന്നു. പക്ഷെ സഹായിക്കാൻ ആരുമില്ല. അവളെ വീട്ടുകാരുമില്ല, എനിക്ക് അച്ഛനും അമ്മയില്ല, എൻ്റെ വീട്ടുകാരുമില്ല. വീട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള ഒരു സമീപനം വളരെ മോശമാണ്. അല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ രണ്ടുപേരും സംസാരിക്കുകയില്ല അവർ ചെയ്യുന്നത്. എന്ത് ഹോസ്പിറ്റൽ ഒന്ന് വന്ന് കണ്ട് അല്ലെ മനോജന്റെ ശരിയാവും അങ്ങനെ പോലെ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഇതെടുത്ത അടുത്തോട്ടിരിക്കുന്ന 3 വീട്ടുകാർ, വലിയമ്മ മക്കളെല്ലാവരും ഉണ്ട്. പക്ഷെ ആരും ഒരു സാന്ത്വന വാക്ക്, എൻ്റെ സഹോദരി പോലും ഒരു സാന്ത്വന വാക്ക് പറയുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. എനിക്കായിരുന്നാലും പോയി എൻ്റെ സങ്കടം ഒന്ന് പറയാൻ എനിക്കാരുമില്ല. നമുക്കൊന്ന് ആരുടെങ്കിലും മനസ്സ് നോക്കണേ, വയ്യാത്ത എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് മനസ്സൊന്നും സംസാരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പോലും സംസാരിക്കാൻ എനിക്ക് ആരുമില്ല, ചേട്ടനുമില്ല. പക്ഷെ ചേട്ടൻ പറയാനില്ല, ചേട്ടൻ എൻ്റെ അടുത്ത് പറയാം. എനിക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രം ആരുമില്ല. ഈ വയ്യായിട്ടുള്ള ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു 3.5 സെന്റ് സ്ഥലമുണ്ട്, അതുവരെ ചെറ്റി വഴിയിലാണ്. ഞങ്ങൾക്കത് അടയ്ക്കാൻ ലോൺ എടുത്തതാണ്, അടയ്ക്കാൻ സാധിക്കണില്ല. എൻ്റെ ചേട്ടൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള തുക ആരെങ്കിലും എനിക്ക് തന്ന് സഹായിക്കണം. ഇനി എനിക്കൊരു വീഡിയോ ചെയ്യാൻ വയ്യ. ഞാൻ ഒരുപാട് ചെയ്തു, എനിക്ക് വയ്യ. ആരെങ്കിലും എനിക്ക് തന്ന് സഹായിക്കണം. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ജീവൻ നിലനിർത്തിയേ പറ്റുള്ളൂ. എനിക്കൊരു മോനുണ്ട്, അവൻ അച്ഛനില്ലാതെ ആവും. ദയവേത് സന്മനസ്സുള്ളവർ ആരെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം.